Hi everyone, welcome to once. നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് S4 സിവിൽ എഞ്ചിനീയറിംഗിലെ സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറയുന്ന സബ്ജക്റ്റ് ആണ്. ദാറ്റ് ഈസ് PCCET 403 സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന് പറഞ്ഞ സബ്ജക്റ്റിന്റെ മൊഡ്യൂൾ 1 വരുന്ന ഒരു ടോപ്പിക്കാണ്. ദാറ്റ് ഈസ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഡിസ്പ്ലേസ്മെന്റ് മെത്തേഡ് ഉപയോഗിച്ച് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് സ്ട്രക്ചേഴ്സിനെ അനലൈസ് ചെയ്യാൻ നമുക്ക് പല മെത്തേഡ്സ് ആണുള്ളത്. സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്, മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്സ് ആണ് നമുക്കുള്ളത്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഒരു സ്ട്രക്ചർ, അതായത് സ്റ്റാറ്റിക്കലി ഇൻഡിറ്റർമിനേറ്റ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചറിനെ എങ്ങനെ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് ഉപയോഗിച്ച് സോൾവ് ചെയ്യാം, അല്ലെങ്കിൽ അതിന്റെ ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കാം, അത് വെച്ചിട്ട് എങ്ങനെ അതിന്റെ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം വരയ്ക്കാം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഡയറക്ട്ലി നമ്മളൊരു ക്വസ്റ്റ്യനിലേക്ക് തന്നെ പോവുകയാണ്. അനലൈസ് എ 3-span continuous beam shown in figure using moment distribution method and draw the bending moment diagram. ഇപ്പോൾ ടിപ്പിക്കലി ചോദിക്കാറുള്ള ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഒരു 3 സ്പാൻ ഉള്ള കണ്ടിന്യൂസ് ബീം, അതായത് ഈ ഫിഗർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം എ ബി എന്ന് പറയുന്നതാണ് ഇതിന്റെ ആദ്യത്തെ സ്പാൻ, ബി സി എന്ന് പറയുന്നതാണ് ഇതിന്റെ രണ്ടാമത്തെ സ്പാൻ, സി ഡി എന്ന് പറയുന്നതാണ് ഇതിന്റെ മൂന്നാമത്തെ സ്പാൻ. അപ്പൊ 3 സ്പാൻ ഉള്ള ഒരു കണ്ടിന്യൂസ് ബീമാണ്. കൂടാതെ എന്താണ്, എ എന്ന് പറയുന്ന എൻഡും ഡി എന്ന് പറയുന്ന രണ്ട് എൻഡുകൾ ഫിക്സഡ് സപ്പോർട്ട്സ് ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു 3 സ്പാനുള്ള ബീം, അവിടെ എ ബി എന്ന് പറയുന്ന സ്പാനിൽ ദർ ഇസ് എ പോയിന്റ് ലോഡ് ഓഫ് 60 കിലോ ന്യൂട്ടൺ അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 4 മീറ്റർ. ടോട്ടൽ ഇത് 6 മീറ്റർ ആണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നെ മാർക്ക് ചെയ്യാം, ദിസ് മച്ച് ഡിസ്റ്റൻസ് ഇസ് 4 മീറ്റർ, ദിസ് ഡിസ്റ്റൻസ് ഇസ് 2 മീറ്റർ, ടോട്ടൽ 6 മീറ്റർ. ബി സി എന്ന് പറയുന്ന ഒരു 3 മീറ്റർ സ്പാൻ ആണ്. ആ 3 മീറ്റർ സ്പാനിൽ ഒരു UDL ആണുള്ളത് ഓഫ് ദ 20 കിലോ ന്യൂട്ടൺ പെർ മീറ്റർ ഇന്റൻസിറ്റി. ആൻഡ് മൂന്നാമത്തെ സ്പാൻ എന്ന് പറയുന്നത് സി ഡി ആണ്. സി ഡിയിലും ഒരു പോയിന്റ് ലോഡ് ആണുള്ളത്. ആൻഡ് ദാറ്റ് ഈസ് അറ്റ് 4 മീറ്റർ ഫ്രം ഡി, അതായത് ടോട്ടൽ 8 മീറ്റർ ആണ്. സോ ദിസ് വിൽ ബി 4 മീറ്റർ, ദിസ് വിൽ ബി ഓൾസോ 4 മീറ്റർ. ഓക്കെ, ഇങ്ങനെയുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇതിനെ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് വെച്ചിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്നത് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുന്ന മെത്തേഡ് വെച്ചിട്ട് എങ്ങനെ ഈ ഒരു ക്വസ്റ്റ്യനെ അനലൈസ് ചെയ്യാം എന്നാണ്. ഓക്കെ, അപ്പോൾ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണെങ്കിലും മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ആണെങ്കിലും നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇസ് ടു കാൽക്കുലേറ്റ് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പൊ എങ്ങനെയായിരുന്നു ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നത്? ആ ബീം പോർഷൻ എടുക്കും, ബീമിന്റെ രണ്ട് എൻഡുകളും ഫിക്സഡ് സപ്പോർട്ട്സ് കൊടുക്കും, തന്നിരിക്കുന്ന ലോഡ് 60 കിലോ ന്യൂട്ടൺ, 4ഉം 2 ആണ് ഡിസ്റ്റൻസ്. അപ്പൊ 60 കിലോ ന്യൂട്ടൺ ലോഡ് മാർക്ക് ചെയ്തു. ദിസ് ഡിസ്റ്റൻസ് ഇസ് 4, ദിസ് ഡിസ്റ്റൻസ് ഇസ് 2. ഓക്കെ, ഇപ്പൊ ഇങ്ങനെ ഒരു സ്പാൻ എ ബിയിൽ ഇങ്ങനെ ഒരു ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണുള്ളത്. MFABയും MFBAയും ആണ് അവിടുത്തെ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഓക്കെ, MFAB ആൻഡ് MFBA. ഇനി എത്രയാണ് അതിന്റെ വാല്യൂസ്? minus WAB square by L square and plus WA square B by L square. ഒരു പോയിന്റ് ലോഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഫിക്സഡ് ആൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ ആണ്. W എന്ന് പറയുന്നത് അവിടുത്തെ ലോഡാണ്, AB എന്ന് പറയുന്നത് ആ ലോഡ് ഇരിക്കുന്ന അവിടം വരെയുള്ള ഡിസ്റ്റൻസുകളാണ്. ഓക്കെ, ഫ്രം ഐദർ സപ്പോർട്ട്സ്. ആൻഡ് L എന്ന് പറയുന്നത് ടോട്ടൽ സ്പാൻ. അപ്പൊ ഈ ഒരു കേസ് ആകുമ്പോൾ W is 60, എ എന്ന് പറയുന്നത് 4 മീറ്റർ ആണ്, ബി എന്ന് പറയുന്നത് 2 മീറ്റർ ആണ്. സോ 60 into 4 into 2 square divided by 6 square will give you an answer of -26.67. ഇനി MFBA എന്തായിരിക്കും? MFBA എന്ന് പറയുന്നത് WA square B ആണ്. അപ്പൊ 60 into 4 square into 2 divided by 6 square will give you an answer of 53.33. ഓക്കെ, ഇതാണ് ആദ്യത്തെ സ്പാന്റെ കേസ്. ഇനി രണ്ടാമത്തെ സ്പാൻ ബി സി എന്ന് പറയുന്ന സ്പാൻ എന്താണ്? ബി സി എന്ന് പറയുന്ന സ്പാൻ ഒരു UDL ആണ്. UDLന്റെ വാല്യൂ എന്ന് പറയുന്നത് എത്രയാണ്? ലോഡ് വാസ് 20 ആൻഡ് സ്പാൻ വാസ് 3 മീറ്റർ. ഓക്കെ, അപ്പോൾ അതിന് രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആണ്, MFBC ആൻഡ് MFCB. അതിന്റെ വാല്യൂസ് എത്രയാണ്? MFBC is minus WL square by 12 and MFCB is plus WL square by 12. minus WL square by 12 plus WL square by 12 ആണ് അവിടുത്തെ രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ് വാല്യൂസ്. സോ W is 20, so 20 into 3 square by 12 will be minus 15 and other one will be plus 15. കാരണം മാഗ്നിറ്റ്യൂഡ് സെയിം ആണ്, സൈൻ മാത്രമാണ് വ്യത്യാസമുള്ളത്. ഒന്ന് മൈനസ് ആണെങ്കിൽ അടുത്തത് പ്ലസ്. ഇനി മൂന്നാമത്തെ സ്പാൻ എങ്ങനെയാണ്? മൂന്നാമത്തെ സ്പാൻ വാസ് ടോട്ടൽ 8 മീറ്റർ ആയിരുന്നു. And point load was acting at the center. Point load was 30 kilonewton. It is acting at the center. 4 meter.
40 അല്ല, point load was 30 acting at 4 meter. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു കേസ് വരുമ്പോൾ നമ്മുടെ ആക്ച്വൽ ഇക്വേഷൻ, പോയിന്റ് ലോഡിന്റെ ആക്ച്വൽ ഇക്വേഷൻ എന്ന് പറയുന്നത് WA_B²/L² WA²B/L² ആണ്. ഇവിടെ എയും ബിയും സെയിം ആണ്. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിച്ച് തന്നെ കണ്ടുപിടിക്കാം. എക്കും ബിക്കും പകരം 4 ഇട്ട് കൊടുത്താൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ആൻസർ. പക്ഷെ നിങ്ങൾ പല ബുക്സ് നോക്കുമ്പോഴും അവിടെ അതിന് പകരം ഉപയോഗിച്ചിരിക്കുന്ന വേറൊരു ഇക്വേഷൻ ആണ്. അതായത് ഇഫ് ബോത്ത് ദ ലെങ്ത് ആർ ഈക്വൽ, നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ എക്കും ബിക്കും ഈക്വൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ ആണ് ദാറ്റ് ഈസ് -WL/8 ആൻഡ് +WL/8. ഓക്കെ, രണ്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കിട്ടുന്ന വാല്യൂ ആണ്. ഓക്കെ, ഇത് ബൈ ഹാർട്ട് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. ഈ ഇക്വേഷൻ തന്നെ പഠിച്ചാൽ മതി. -WA_B²/L² WA²B/L². അതിലിട്ടാലും സെയിം ആൻസർ തന്നെ ആയിരിക്കും കിട്ടുന്നത്. ഓക്കെ, ഈ ഇക്വേഷൻ ഓർമ്മയുള്ളവരെ ഇത് വെച്ചിട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിക്കുക. ദിസ് ക്യാൻ ബി യൂസ്ഡ് ഓൺലി വെൻ ദ ലോഡ് ഇസ് ആക്ടിങ് അറ്റ് ദ സെന്റർ ഓഫ് ദ സ്പാൻ. ഇപ്പോൾ ടോട്ടൽ 8 മീറ്റർ ആണ്. 4 മീറ്ററിൽ ആക്ട് ചെയ്താൽ മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. പക്ഷെ എല്ലായിടത്തും ഉപയോഗിക്കാൻ പറ്റുന്നത് ഇതാണ്. ഓക്കെ, സോ ബെറ്റർ ഇത് പഠിക്കുന്നതായിരിക്കും. ഓക്കെ, സോ ഹിയർ ഇവിടെ -WL/8 ആണ്. W is 30, L is 8 meter divided by 8. So you'll get the answer as -30 and +30. Okay, അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ ലോഡ് ഫിക്സഡ് എൻഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. ഒരു സ്പാനിന് 2 ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആയിരിക്കും ഉണ്ടാവുന്നത്. ഇപ്പോൾ ഇവിടെ 3 സ്പാൻ ആണുള്ളത്, AB, BC, CD. അപ്പോൾ ടോട്ടൽ യു ഷുഡ് ഗെറ്റ് 6 ഫിക്സഡ് എൻഡ് മൊമെന്റ്സ്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ടു ഫൈൻഡ് ഔട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറയുന്ന ഒരു ഇതാണ് നമുക്ക് സെക്കൻഡ് സ്റ്റെപ്പിൽ കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു മൊമെന്റിനെ ഇപ്പോൾ ഒരു ബി എന്ന് പറയുന്ന സപ്പോർട്ട് നമ്മൾ എടുക്കുകയാണ്. ബി എന്ന് പറഞ്ഞ സപ്പോർട്ടിൽ 2 മെമ്പേഴ്സ് വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. BA എന്ന് പറയുന്ന മെമ്പറും BC എന്ന് പറയുന്ന മെമ്പറും വന്ന് മീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പൊ അങ്ങനെ മീറ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്ര പ്രപ്പോർഷൻ ഓഫ്, കാരണം നെറ്റ് മൊമെന്റ് അവിടുത്തെ 0 ആണ്. ഒരു സപ്പോർട്ടിൽ നെറ്റ് മൊമെന്റ് 0 ആണ്. ഓക്കെ, അപ്പൊ നെറ്റ് മൊമെന്റ് 0 വരാനായിട്ട് എത്ര പ്രപ്പോർഷൻ ഓഫ് മൊമെന്റ് ആണ് BA എടുക്കേണ്ടത്, എത്ര പ്രപ്പോർഷൻ ഓഫ് മൊമെന്റ് ആണ് BC എടുക്കേണ്ടത്. ഓക്കെ, ആ ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫാക്ടർ ആണ് വാട്ട് വി കോൾ ഇറ്റ് ആസ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അപ്പൊ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനായിട്ട് വി ആർ യൂസിങ് എ ടേബിൾ മെത്തേഡ്. ആ ടേബിൾ മെത്തേഡിൽ ആദ്യം തന്നെ നമ്മൾ അവിടുത്തെ ജോയിന്റ്സ് എല്ലാം എഴുതും. ബിയും സിയും ആണ് ഇവിടുത്തെ ജോയിന്റ്. ബിയിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ് ആരൊക്കെയാണ്? ബിയിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ് ആണ് BAയും BCയും. അതുപോലെ സിയിൽ നിന്ന് വരുന്ന മെമ്പേഴ്സ് ആണ് CBയും CDയും. ഓക്കെ, ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിന്റ് എടുത്ത് നോക്കുമ്പോൾ അതിന്റെ ഫാർദർ എൻഡ്, ഓക്കെ, ഫാർദർ എൻഡ് എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആണെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ K, ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ അല്ല, സ്റ്റിഫ്നെസ് K is taken as 4EI/L. അതായത് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ജോയിന്റിന്റെ വെച്ച് നോക്കുമ്പോൾ ഫാർദർ എൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് 4EI/L ആൻഡ് ഫാർദർ എൻഡ് ഇഫ് ഇറ്റ് ഇസ് ഹിഞ്ച്ഡ് ആണെങ്കിൽ ഇറ്റ് ഇസ് 3EI/L. ഇനി ഇന്റർമീഡിയറ്റ് ആയിട്ടുള്ള എല്ലാ സപ്പോർട്ടുകളെയും നമ്മൾ ഈ ഒരു കേസിൽ ഫിക്സഡ് ആണെന്നാണ് നമ്മൾ എടുക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ബി എന്ന് പറഞ്ഞ ജോയിന്റ് എടുക്കുന്ന സമയത്ത് BAയും BCയും ആണ് ഫാർദർ എൻഡ്സ്. BA എന്ന് പറഞ്ഞ എന്ത് സപ്പോർട്ട് ആയിരുന്നു? A എന്ന് പറയുന്നത് ഒരു ഫിക്സഡ് സപ്പോർട്ട് ആയിരുന്നു. സോ the K value can be taken as 4EI/L. So 4 into E into AB എന്ന് പറഞ്ഞ സ്പാനിലെ I value is 1.5I. ക്വസ്റ്റ്യന് തന്നിട്ടുള്ളതാണ്. ഫസ്റ്റ് സ്പാനിൽ ഇറ്റ് ഇസ് 1.5I, സെക്കൻഡ് സ്പാനിൽ ഇറ്റ് ഇസ് I and തേർഡ് സ്പാനിൽ ഇറ്റ് ഇസ് 2I. ഓക്കെ, അപ്പോൾ 4EI/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 4 into E into Iക്ക് പകരം 1.5I ഡിവൈഡഡ് ബൈ L എത്രയായിരുന്നു? 6 മീറ്റർ. സോ യു വിൽ ഗെറ്റ് എ വാല്യൂ ആസ് EI. ഇനി BC എടുക്കുമ്പോൾ എങ്ങനെയാണ്? ഫാർദർ എൻഡ് C എന്ന് പറയുന്നത് ഒരു ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആണ്. സോ ഇറ്റ് ഇസ് കൺസിഡർഡ് ആസ് ഫിക്സഡ്. സോ ഹിയർ ഓൾസോ ഇറ്റ് ഇസ് 4EI/L എന്ന് പറയുന്നത് 3 ആണ്. സോ വി ഹാവ് കാൽക്കുലേറ്റഡ് ഇറ്റ് ആസ് 1.33 EI. അപ്പോൾ 2 മെമ്പേഴ്സിന്റെയും K വാല്യൂ കണ്ടുപിടിച്ചു. വിൽ ടേക്ക് ദ സമ്മേഷൻ ഓഫ് ദാറ്റ്. ആ രണ്ടിന്റെയും സം എടുത്തു കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ വാല്യൂ ആസ് സമ്മേഷൻ ഓഫ് K. ഇനി ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ DF is equal to K divided by summation of K. ഒരു മെമ്പറിന്റെ K വാല്യൂ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ഓഫ് K. അപ്പൊ ഇവിടുത്തെ കേസിൽ എന്ത് വരും? EI ഡിവൈഡഡ് ബൈ 2.33 EI ആണ് 0.429. അതുപോലെ 1.33 EI ഡിവൈഡ് ബൈ 2.33 EI ആണ് 0.571. ഓക്കെ,
ഇതുപോലെ ജോയിന്റ് സി എടുക്കുക. ജോയിന്റ് സി എടുക്കുമ്പോൾ സി ബി ഫാർദർ എൻഡ് എന്ന് പറയുന്നത് ബി ആണ്. ബി എന്ത് സപ്പോർട്ടാണ്? ഇന്റർമീഡിയറ്റ് സപ്പോർട്ട് ആയതുകൊണ്ട് ഇറ്റ് ഈസ് 4ei/L. 4ei/L സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇയും ഐ എന്ന് പറയുന്നത് ഡിഫറെന്റ് ആണ്. കറസ്പോണ്ടിങ് ഐ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് 1.33 ei. അതുപോലെ സി ഡി ഫാർദർ എൻഡ് ഡി ആണ്. ഡി എന്ന് പറയുന്ന ക്വസ്റ്റനിൽ തന്നെ ഒരു ഫിക്സഡ് എൻഡ് ആണ്. സോ ഇറ്റ് ഈസ് 4ei/L. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ആസ് ei. സോ സമ്മേഷൻ വിൽ ബി 2.33 ei. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്തായിരുന്നു? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇസ് k divided by summation of k. You will get it as 0.571 and 0.429. Okay, അപ്പോൾ നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് is to calculate the distribution factor for the joints. ജോയിന്റുകളുടെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ സെക്കൻഡ് സ്റ്റെപ്പ്. ഓക്കെ, ഇനി നമ്മൾ തേർഡ് സ്റ്റെപ്പിലേക്ക് പോവാണ്. തേർഡ് സ്റ്റെപ്പ് മീൻസ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ദ മൊമെന്റ്സ്. ഇനി നമ്മൾ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാൻ പോവാണ്. അതിനുവേണ്ടി ഒരു മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ പ്രിപ്പയർ ചെയ്യുക. അതിന്റെ ഫസ്റ്റ് വൺ ഇറ്റ്സ് ദ ജോയിന്റ്. എന്തൊക്കെ ജോയിന്റുകൾ ഉണ്ടോ ജോയിന്റുകളൊക്കെ എഴുതുക. എ ഉണ്ടായിരുന്നു, ബി ഉണ്ടായിരുന്നു, സി ഉണ്ടായിരുന്നു, ഡി ഉണ്ടായിരുന്നു. ഇനി അവിടെ ഉണ്ടായിരുന്ന മെമ്പേഴ്സിന്റെ പേരൊക്കെ എഴുതുക. എന്തൊക്കെയാണ് മെമ്പേഴ്സ്? എ ബി എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, ബി എ എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, ബി സി എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, സി ബി എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, സി ഡി എന്ന് പറയുന്ന ഒരു മെമ്പർ ഉണ്ട്, ഡി സി. ഓക്കെ, എല്ലാ മെമ്പറുകളുടെയും പേര് എഴുതി. ഇനി നമുക്ക് എന്താണ് വേണ്ടത്? അവിടുത്തെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എഴുതണം. എവിടെയൊക്കെയാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നത്? ജോയിന്റ് ബിയിലും ജോയിന്റ് സിയിലുമാണ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നത്. ജോയിന്റ് ബിയിലെ 0.429 ആയിരുന്നു ബി എക്ക്, 0.571 ആയിരുന്നു ബി സിക്ക്. അതുപോലെ ജോയിന്റ് സിയിൽ 0.571 ആയിരുന്നു സി ബിക്ക്, 0.429 ആയിരുന്നു സി ഡിക്ക്. ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എല്ലാം നമ്മൾ എഴുതി. ഓക്കെ, so we have written the distribution factor. Next step is to write the fixed end moments. അവിടുത്തെ നമുക്ക് ഇപ്പൊ കിട്ടിയ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എഴുതുക. ഓരോ ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് ആയിട്ട് എ ബിയുടെ -26.67, ബി എയുടെ 53.33, ബി സിയുടെ -15, സി ബിയുടെ +15, സി ഡിയുടെ -30, +30. എല്ലാ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സും എഴുതി. ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എഴുതി. അപ്പൊ നമ്മൾ ആദ്യം ജോയിന്റിന്റെ പേര് എഴുതി, മെമ്പറിന്റെ പേര് എഴുതി, അത് കഴിഞ്ഞ് എന്ത് എഴുതി? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എഴുതി. അത് കഴിഞ്ഞിട്ട് ഫിക്സഡ് എൻഡ് മൊമെന്റ്സ് എഴുതി. ഇനി നമ്മൾ ഫോളോ ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബാലൻസ് ചെയ്യുന്നു, ഹാഫ് ക്യാരി ഓവർ ചെയ്യുന്നു. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ ഇനി ഫോളോ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ബാലൻസ് ചെയ്യാന്ന് ഉദ്ദേശിക്കുന്നത് ഒരു ജോയിന്റിലെ നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കുക, അതിനെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടറിനെ നെഗറ്റീവ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് ബാലൻസ് ചെയ്യുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ബാലൻസിങ്. അപ്പോൾ ജോയിന്റ് എടുത്തു, ജോയിന്റ് ബി. ജോയിന്റ് ബിയിലെ നെറ്റ് മൊമെന്റ് എന്തൊക്കെയാണ്? ജോയിന്റ് ബിയിലെ മൊമെന്റ് എന്ന് പറയുന്നത് 53.33 ആണ് ഒരു മൊമെന്റ്, അത് പ്ലസ് ആണ്. -15 ആണ് അടുത്ത മൊമെന്റ്. സോ 53.33 -15 മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ -0.429 ആണ്. ഓക്കെ, സോ വി വിൽ ഗെറ്റ് ദ വാല്യൂ ഫോർ ദാറ്റ് ആസ് -16.14. അത് അവിടെ എഴുതി, ബാലൻസിങ്ങിന് നേരെ എഴുതി. ഇനി അതുപോലെ ഇവിടുത്തെ എന്തായിരിക്കും? ഇവിടുത്തെ നെറ്റ് മൊമെന്റ് 53.33 -15 മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. മൈനസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 0.571. സോ ദാറ്റ് വി വിൽ ഗെറ്റ് ഇറ്റ് ആസ് -21.89. ഓക്കെ, അതുപോലെ ജോയിന്റ് സി എടുക്കുക. ജോയിന്റ് സിയിലെ നെറ്റ് മൊമെന്റ് എന്താണ്? 15ഉം -30 ആണ് രണ്ട് മൊമെന്റ്സ്. സോ 15 - 30 മൾട്ടിപ്ലൈഡ് ബൈ എന്താണ് അടുത്ത ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ? -0.571. ദാറ്റ് ഇസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 8.57. സിമിലർലി അടുത്തത് എന്താണ്? 15 - 30 മൾട്ടിപ്ലൈഡ് ബൈ മൈനസ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ, ദാറ്റ് ഇസ് മൈനസ് ഓഫ് 0.429. സോ യു വിൽ ഗെറ്റ് ഇറ്റ് ആസ് 6.43. ഓക്കെ, അങ്ങനെ ഓരോ ജോയിന്റുകളിലെയും നെറ്റ് മൊമെന്റ് എടുത്തിട്ട് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വെച്ചിട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇവിടെയും നമ്മൾ ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ഇല്ല, 0 എന്ന് കൺസിഡർ ചെയ്താൽ ഇല്ലാത്തത് കൊണ്ടാണ് നമ്മൾ ചെയ്യാത്തത്. ഓക്കെ, സോ ദാറ്റ് സ്റ്റെപ്പ് ഇസ് ബാലൻസിങ്. ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് ക്യാരി ഓവർ ആണ്. ഓക്കെ, ആ ബാലൻസ് ചെയ്ത് കിട്ടിയതിന്റെ വാല്യൂ ഹാഫ് അപ്പുറത്തേക്ക് ക്യാരി ഓവർ ചെയ്യുക. അതായത് ബി എക്കാണ് ബാലൻസ് ചെയ്തതെങ്കിൽ എ ബിയിലേക്ക് ക്യാരി ഓവർ ചെയ്യുക, എ ബിക്കാണ് ബാലൻസ് ചെയ്തതെങ്കിൽ ബി എയിലേക്ക് ക്യാരി ഓവർ ചെയ്യുക. അപ്പൊ ഇവിടെ നമ്മൾ ബി എക്കാണ് ക്യാരി ഓവർ ബാലൻസ് ചെയ്തത്, എ ബിയിലേക്ക് അതിന്റെ ഹാഫ് ക്യാരി ഓവർ ചെയ്തു. ഇവിടെ ബി സിക്കാണ് ക്യാരി ഓവർ ബാലൻസ് ചെയ്തത്, സി ബിയിലേക്ക് ഹാഫ് ക്യാരി ഓവർ ചെയ്തു.
സി ബിക്ക് ചെയ്തതുകൊണ്ട് ബി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു, സി ഡിക്ക് ചെയ്തതുകൊണ്ട് ഡി സിയിലേക്ക് ക്യാരി ഓവർ ചെയ്തു. ഓക്കെ, അപ്പൊ എവിടെയൊക്കെയാണോ ബാലൻസ് ചെയ്തത് അത് ക്യാരി ഓവർ ചെയ്യുന്നു. Then we will be finding out a net moment. ഒരു net moment കണ്ടുപിടിക്കും. എങ്ങനെ കണ്ടുപിടിക്കും? Net moment is taken by summing up fixed end moment, balancing, carry over. Fixed end momentum, balancing carry over കൂടി സം ചെയ്ത് കഴിഞ്ഞാൽ you will be getting a net moment. Okay, net moment കിട്ടുമ്പോൾ നോക്കുക, ഒരു ജോയിന്റിലെ നെറ്റ് മൊമെന്റ് 0 ആയോ എന്ന് നോക്കുക. അതായത് ആ ജോയിന്റിലെ രണ്ട് മൊമെന്റ്സ് ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ 0 വന്നിട്ടുണ്ടെങ്കിൽ വി ക്യാൻ സ്റ്റോപ്പ്, ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം നമുക്ക്. ഓക്കെ, വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ഐട്രേഷൻ, ഇതിനെയാണ് നമ്മൾ ഐട്രേഷൻ എന്ന് വിളിക്കുന്നത്. ഈ ഐട്രേഷൻസ് പല സൈക്കിൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ദാറ്റ് ഈസ് നെക്സ്റ്റ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന നെറ്റ് വാല്യൂ വെച്ചിട്ട് യു ഹാവ് ടു ബാലൻസ് ക്യാരി ഓവർ, ബാലൻസ് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക, നെറ്റ് മൊമെന്റ് കണ്ടുപിടിക്കുക. വീണ്ടും നോക്കുക, ഒരു ജോയിന്റിലുള്ള, അതായത് ബിയിലും സിയും ആണ് രണ്ട് ജോയിന്റുകൾ, ബിയിലും സിയിലും ഉള്ള നെറ്റ് മൊമെന്റ്സ് 0 ആയിട്ടുണ്ടോ എന്ന് നോക്കുക. ഇല്ലെങ്കിൽ അഗെയിൻ ബാലൻസിങ് ക്യാരി ഓവർ നെറ്റ് മൊമെന്റ്, ഇല്ലാന്നുണ്ടെങ്കിൽ ബാലൻസിങ് ക്യാരി ഓവർ നെറ്റ് മൊമെന്റ്. എപ്പോൾ ഒരു ജോയിന്റിലുള്ള വാല്യൂസ് 0 വരുന്നോ അതുവരെ ഈ ഒരു പ്രോസസ്സ് ക്യാരി ചെയ്തുകൊണ്ടിരിക്കുക. ബാലൻസ് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക, നെറ്റ് മൊമെന്റ് നോക്കുക. നെറ്റ് മൊമെന്റിൽ ഒരു ജോയിന്റിൽ രണ്ട് മൊമെന്റ്സ്, ജോയിന്റ് ബി ആണെങ്കിൽ ബി എയും ബി സിയും കൂടി കൂട്ടിയാൽ 0 കിട്ടണം. ജോയിന്റ് സി ആണെങ്കിൽ സി ബിയും സി ഡിയും കൂടി കൂട്ടിയാൽ 0 കിട്ടണം. ആ രീതിയിൽ എപ്പോൾ വരുന്നോ അതുവരെ ഈ ഐട്രേഷൻസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അപ്പൊ അങ്ങനെ ഫൈനലി ഐട്രേഷൻസ് കഴിയുമ്പോൾ യു വിൽ ബി ഗെറ്റിംഗ് ദ ഫൈനൽ മൊമെന്റ് ലൈക്ക് ദിസ്. എ ബിയിൽ യു ആർ ഗോയിങ് ടു ഗെറ്റ് ഇറ്റ് ആസ് 36.56, ബി സി കിട്ടുന്നത്, സോറി ബി എ കിട്ടുന്നത് 33.45 എന്നും മൈനസ് 33.45, അതായത് ആ ജോയിന്റില് നെറ്റ് മൊമെന്റ് 0 ആയി. അതുപോലെ സി ബി കിട്ടുന്നത് 17.91, സി ഡി കിട്ടുന്നത് മൈനസ് 17.91, നെറ്റ് 0 ആണ്, അതുകൊണ്ട് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു. ആൻഡ് ഡി സിയിൽ വരുന്നത് 36.04. ഇങ്ങനെ ഒരു കണ്ടീഷൻ വരുന്നത്, അതായത് ഒരു ജോയിന്റിലെ നെറ്റ് മൊമെന്റ്സ് ഇവരെ രണ്ടുപേരെയും ഒരു ജോയിന്റിലെ നെറ്റ് മൊമെന്റ് 0 എന്ന് പറയുന്ന ഒരു കണ്ടീഷനിലേക്ക് വരുന്നത് വരെ യു ഹാവ് ടു കണ്ടിന്യൂ ദിസ് ഐട്രേഷൻസ്. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ ഫൈനൽ മൊമെന്റ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ഈ വാല്യൂസ്, അതായത് എം എ ബി എന്ന് പറയുന്ന മൊമെന്റ് ആണ് 36.56, എം ബി എ എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് 33.45, എം ബി സി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് മൈനസ് 33.45, സി ബി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് 17.91, സി ഡി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് മൈനസ് 17.91, ആൻഡ് ഡി സി എന്ന് പറഞ്ഞ മൊമെന്റ് ആണ് 36.04. ഇങ്ങനെ ഒരു വാല്യൂസിലേക്ക് എത്തുന്നത് വരെ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, അങ്ങനെ ഐട്രേറ്റ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ എൻഡ് വാല്യൂസ്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഈ മൊമെന്റ്സ് ആണ് നമ്മുടെ ഫൈനൽ ആൻസർ. ഇനി ഒരു അനാലിസിസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ വിൽ ബി ഓൾവേസ് അക്കമ്പനീഡ് ബൈ എ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഇപ്പൊ കിട്ടിയിരിക്കുന്ന വാല്യൂസിന്റെ കൂടെ ഇതാണ് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം കൂടി പ്ലോട്ട് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ഗെറ്റ് ദ ഫൈനൽ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. അപ്പൊ നമുക്ക് ഇപ്പൊ കിട്ടിയ വാല്യൂസിനെ പ്ലോട്ട് ചെയ്യാം. എ ബിയിൽ കിട്ടിയത് 33.56, ബി സിയിൽ കിട്ടിയത് 33.45 ആണ്, സി ഡിയിൽ കിട്ടിയത് 17.91 ആണ്, ആൻഡ് ഡി സിയിൽ കിട്ടിയത് 36.04. ആ വാല്യൂസ് കിട്ടി. ആ വാല്യൂസ് വെച്ചിട്ട് ഐ ആം പ്ലോട്ടിങ് ദ ഡയഗ്രാം. ഞാൻ ഇങ്ങനെ ഒരു ഡയഗ്രാം പ്ലോട്ട് ചെയ്യാണ്. ഓക്കെ, ഇനി എന്ത് വേണം? ഓരോ സ്പാനിലും ലോഡ് ഉണ്ടായിരുന്നു. ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഉണ്ട്. പോയിന്റ് ലോഡ് ആണെങ്കിൽ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് എ ട്രയാംഗിൾ വിത്ത് ഓർഡിനേറ്റ് W AB by L. UDL ആണെങ്കിൽ ദ ഫ്രീ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഇസ് എ പാരാബോള വിത്ത് ഓർഡിനേറ്റ് WL square by 8. അപ്പൊ എ ബി എന്ന് പറഞ്ഞ സ്പാനില് അതൊരു ട്രയാംഗിൾ ആണ്, ബിക്കോസ് പോയിന്റ് ലോഡ് ആയിരുന്നു. 80 എന്ന് പറയുന്ന വാല്യൂ കിട്ടുന്നത് ഇറ്റ് ഇസ് WAB by L. BC എന്ന് പറഞ്ഞ സ്പാനില് ഇറ്റ് വാസ് എ UDL, so it will be parabola. അപ്പോൾ ഈ 22.5 എന്ന് പറഞ്ഞ വാല്യൂ കിട്ടുന്നത് ഇറ്റ് ഇസ് WL square by 8 ആണ്. CD എന്ന് പറഞ്ഞ സ്പാനിലും ഇറ്റ് ഇസ് എ പോയിന്റ് ലോഡ്, so it is WAB by L ആണ്. So this will be the shape of bending moment diagram. ഈ കോമൺ അല്ലാതെ വരുന്ന ഈ ഏരിയയാണ് ഹാച്ച് ചെയ്യുക. This will give you the free bending moment diagram of the given indeterminate structure. Even indeterminate structure-ന്റെ bending moment diagram ആണ് ഈ വരുന്നത്. Okay, so this is how we find out the end moments and free bending moment diagram of a indeterminate structure using moment distribution method. Okay, അപ്പോൾ നമ്മൾ ചെയ്ത സ്റ്റെപ്സ് എന്ന് പറയുന്നത്
ആദ്യം ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കണ്ടുപിടിച്ചു, അതിന്റെ ബേസിസിൽ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കണ്ടുപിടിച്ചു. ദെൻ വി ഹാവ് ഡ്രോൺ ദ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ. അത് വെച്ചിട്ട് നമ്മൾ ഐട്രേറ്റ് ചെയ്തുകൊണ്ടിരുന്നു. ഐട്രേഷനിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എഴുതി, ബാലൻസ് ചെയ്തു, ക്യാരി ഓവർ ചെയ്തു, നെറ്റ് മൊമെന്റ് കണ്ടുപിടിച്ചു. സെയിം ചില കേസുകളിൽ ഒറ്റ സൈക്കിളിൽ തന്നെ അത് ഇതാവും. അങ്ങനെയാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ വി ഹാവ് ടു പ്രൊസീഡ് വിത്ത് ഐട്രേഷൻസ് അൺടിൽ ഒരു ജോയിന്റിൽ നെറ്റ് മൊമെന്റ് 0 ആകുന്നത് വരെ വി ഹാവ് ടു പ്രൊസീഡ് വിത്ത് ദാറ്റ് ഐട്രേഷൻ. ഓക്കെ, അങ്ങനെ ചെയ്ത് ഒരു ജോയിന്റിൽ നെറ്റ് മൊമെന്റ് 0 ആവുന്നത് വരെ സ്റ്റോപ്പ് ചെയ്യുക. ദാറ്റ് വിൽ ബി ദ എൻഡ് മൊമെന്റ്സ്. ആ എൻഡ് മൊമെന്റ്സ് എടുത്തിട്ട് യു ഹാവ് ടു പ്ലോട്ട് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, അത് വെച്ച് പ്ലോട്ട് ചെയ്യുക. ഓരോ സ്പാനിലെയും ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫ്രീ ബെൻഡിങ് മൊമെന്റ് പ്ലോട്ട് ചെയ്യുക. രണ്ടിനെയും കൂടി മെർജ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് ദ ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം ഫോർ ദ ആക്ച്വൽ സ്ട്രക്ചർ. അപ്പൊ ഇതാണ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. വേറൊരു മെത്തേഡ് ആയിരുന്നു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ്. കമ്പയറിംഗ് ടു സ്ലോപ്പ് ഡിഫ്ലക്ഷൻ മെത്തേഡ് ഇത് കുറച്ചും കൂടി കുറവ് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള മെത്തേഡാണ്. ബട്ട് ദ പ്രോബ്ലം ഇസ് വി ഹാവ് ടു ഡു ദിസ് ഐട്രേഷൻസ് ഫോർ n നമ്പർ ഓഫ് ടൈംസ്. ഓക്കെ, സ്റ്റെപ്സ് കുറവ് ഇതിനാണെങ്കിലും നമുക്ക് ചെയ്യാൻ എളുപ്പം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ ചില ക്വസ്റ്റ്യനിൽ സ്പെസിഫൈ ചെയ്യും, ഇന്ന മെത്തേഡ് വെച്ചിട്ട് ചെയ്യാൻ പറഞ്ഞ മെത്തേഡ് സ്പെസിഫൈ ചെയ്യും, ഐദർ ബൈ സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ഓർ ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ. രണ്ട് മെത്തേഡ് വെച്ചിട്ടും ഏത് ടൈപ്പ് പ്രോബ്ലം വേണമെങ്കിലും നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ചെയ്യാൻ എളുപ്പം സ്ലോപ്പ് ഡിഫ്ലക്ഷൻ ആണെങ്കിലും ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്. ബട്ട് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ പെട്ടെന്ന് ചെയ്ത് കഴിയും, പക്ഷെ തെറ്റിപ്പോവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ കെയർഫുൾ ആയിട്ട് ചെയ്ത ഈ ഒരു മെത്തേഡ്. ഇപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.